വനത്തിലെ പാറക്കൂട്ടങ്ങൾക്കിടയിൽ നിന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ രക്ഷപ്പെടുത്തിയ കുട്ടികൾ ഉൾപ്പെടുന്ന ആദിവാസി കുടുംബം സുരക്ഷിതരെന്ന് കൽപ്പറ്റ റേഞ്ച് ഓഫീസർ ഹാഷിം 24നോട് പറഞ്ഞു. കുഞ്ഞിനെ മാറോട് ചേർത്ത് നിൽക്കുന്ന ചിത്രം മുഖ്യമന്ത്രി അടക്കം പങ്കുവച്ചല്ലോ എന്ന ചോദ്യത്തിന് എല്ലാവരും പകർന്നു തന്ന ധൈര്യമാണ് ദൗത്യം പൂർത്തിയാക്കാൻ സഹായിച്ചതെന്ന് താൽക്കാലിക വാച്ചർ അനൂപ് തോമസ് പറഞ്ഞു. അലക്സ് മുഹമ്മദിന്റെ റിപ്പോർട്ട്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ പാറപ്പുത്തിൽ അഭയം പ്രാപിച്ച ആദിവാസി കുടുംബത്തെ അങ്ങേയറ്റം റിസ്ക് എടുത്ത് രക്ഷാപ്രവർത്തനം നടത്തി അവിടെ നിന്ന് കൊണ്ടുവന്ന ഫോറസ്റ്റ് വനംവകുപ്പിലെ ഉദ്യോഗസ്ഥർ 24നൊപ്പമുണ്ട്. ആറോ നമുക്കൊപ്പമുണ്ട്. സാർ, എങ്ങനെയായിരുന്നു നമ്മൾ കണ്ട ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമ്മൾ പേടിച്ചു പോകും സത്യത്തിൽ. ഒരു ആ ടെറൈൻ എങ്ങനെ ഇറങ്ങിപ്പോയി, എങ്ങനെ രക്ഷാപ്രവർത്തനം ഏൽപ്പിച്ചു? ഞാനിവിടെ വർക്ക് ചെയ്ത ആളാണ്. ഇവിടുത്തെ ആളുകളെ എനിക്കറിയാം. എൻ്റെ അയൽവാസികളായിട്ടുള്ള ആളുകളൊക്കെ മരണപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു വിഷമത്തിലാണ്. കാരണം ഇത്ര ആളുകളെ എനിക്ക് കിട്ടാണ്ട് നമുക്ക് ഇവിടുത്തെ ഓരോ ആളുകൾ ഇവിടെ റെസ്ക്യൂ നടത്തുന്ന ഓരോ ആളുകളുടെയും ഈ പഞ്ചായത്ത് ആളുകളുടെയും ബന്ധുക്കൾ മരണപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ആ ഒരു വിഷമത്തിൽ നിൽക്കുകയാണ്. എന്നാലും അതിനിടയിൽ നമുക്കിതിൽ പങ്കുചേരാൻ പറ്റിയെന്നുള്ളൊരു സമാനം മാത്രം. അതിൽ 4 പേരെ നമുക്ക് കാട്ടിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റി. അത് കുറച്ചൊരു അത് കുറച്ചൊരു റിസ്ക് എടുത്തിട്ട് ചെയ്ത പ്രവൃത്തിയാണ്. വേറെ ആരും നമ്മുടെ ഓഫീസേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ചെയ്തതല്ല. ഞങ്ങൾ 4 ആളും ഒരു തീരുമാനം എടുത്ത് അങ്ങ് പോയതാണ്. പക്ഷെ പോയി കഴിയുമ്പോൾ ഇടയ്ക്ക് സമയത്ത് ഞങ്ങൾ പിന്തിരിയേണ്ട ചില ഘട്ടങ്ങൾ വന്നെങ്കിലും ഞങ്ങൾ വ്യക്തമായിട്ട് മുന്നോട്ട് പോയി. കാരണം ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു അവർ രക്ഷപ്പെടുത്താമെന്നുള്ളത്. പക്ഷെ അത് അവിടെ എത്തിയെങ്കിലും തിരിച്ചു വരുന്നതും അതിലും കാഠിന്യമായിരുന്നു. കാരണം കുട്ടികളും ഞങ്ങൾക്കുള്ള ബ്രെഡും കൂടി കുട്ടികൾ കൊടുത്തായിരുന്നു. ഞങ്ങൾ ഭക്ഷണം കഴിച്ചില്ലായിരുന്നു. കുട്ടികൾ ഭക്ഷണം കഴിച്ചു. കുട്ടികളെ ഞങ്ങൾ നെഞ്ചോട് ചേർത്ത് ഒരു ബെഡ്ഷീറ്റ് കീറി നെഞ്ചോട് ചേർത്ത് വെച്ച് കെട്ടിയിട്ട് തിരിച്ച് ഇവിടെ നമ്മുടെ ഫോറസ്റ്റിൻ്റെ ആൻറ്റി പോച്ചിങ് ക്യാമ്പ് ഷെഡിൽ എത്തിക്കാനുണ്ടായിരുന്നു. ഏതെല്ലാം സീനുകൾ കണ്ടതാണ്. അപ്പോൾ ഇനി നമ്മളതിൽ പറയുന്നതിൽ അർത്ഥമല്ല. കാരണം അതെല്ലാം അവർ സുരക്ഷിതരാണ്. അവർ വനംവകുപ്പിൻ്റെ കയ്യിൽ സുരക്ഷിതരാണ്. അവർ നമ്മുടെ ആൻറ്റി പോച്ചിങ് ക്യാമ്പ് ഷെഡിൽ അവർക്ക് തന്നെ ഒരു പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല അവർക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ലഭ്യമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് ട്രൈബലിൻ്റെ ആൾക്കാർ അവർ സന്ദർശിച്ചിട്ടുണ്ട്. അവർ വേറെ ആരോഗ്യ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. അമ്മയും 4 മക്കളും അച്ഛനും ഹാപ്പി ആയിട്ടുണ്ട്. ഇന്ന് ഈ നിങ്ങളറിയാതെ അതിലൊരാളെ ഇവിടെ കൊണ്ടുവന്ന് അച്ഛനെ അവിടെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തു. ഇതിൻ്റെ ഭീകരത മനസ്സിലാക്കിയിട്ടുണ്ട്. അവരിനെ കാട്ടിലേക്ക് അങ്ങോട്ട് പോകാൻ സാധ്യതയില്ല. എന്നാലും നമ്മുടെ തൊട്ടടുത്തുള്ള സേഫായിട്ടുള്ള ഭാഗത്ത് എവിടെയെങ്കിലും അവരുണ്ടാവും. ഈ ട്രെയിനിൽ അവർ അകപ്പെട്ടതറിഞ്ഞ് നമ്മൾ അങ്ങോട്ട് പോയതാണോ അതോ നമ്മുടെ ഈ പരിശോധനയുടെ ഭാഗമായിട്ട് എത്തിപ്പെട്ടതാണോ? അല്ല, അതിൽ അമ്മയും കുട്ടിയും കണ്ടു യാദൃശ്യമായിട്ട്. ഒരു ഭക്ഷണം കിട്ടിയില്ലായിരുന്നു അവർക്ക്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കണ്ടതുകൊണ്ട് അവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനം അവരങ്ങനെ അലയുമായിരുന്നു ഭക്ഷണത്തിൽ. അലയല്ല, അവർ സാധാരണ രീതിയിൽ അവർ ഇവിടെ വന്നിട്ട് കാട്ടത്ത് കുന്തിരിക്കം തേനെന്തെങ്കിലും കൊടുത്തതിന് ശേഷം ഇവിടെ കടകളിൽ കൊടുത്ത് ആ പൈസ കൊണ്ട് അരി വാങ്ങിയിട്ട് പോകും. ആ കഞ്ഞിയാണ് അവർ കുടിക്കാറ്. അപ്പം ഏതായാലും വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അവർ ഭദ്രമായിട്ടുണ്ട്. നമ്മൾ ഒരു ധാരണ നമുക്കുണ്ട്, അവർ കാടിൻ്റെ മക്കളാണ്. അവരാണ് യഥാർത്ഥ ആൾക്കാർ. അതുകൊണ്ട് അവർക്കൊരു ദൈവത്തിൻ്റെ ഒരു ശക്തി അവർക്കുണ്ട്. അത് നമുക്ക് ആദ്യം മനസ്സിലാക്കണം. അവർക്ക് ചില ദുരന്തങ്ങളൊക്കെ അവർക്ക് അറിയാം, മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണല്ലോ ആ പാറപ്പുറത്തുനിന്ന് അവർ മാറിയത്. ഏതായാലും അതൊരു നിമിത്തമായി, അത്രേ ഉള്ളൂ. അതിൻ്റെ ഒരു ചിത്രം മുഖ്യമന്ത്രി അടക്കം അങ്ങനെ പ്രചരിപ്പിച്ചിട്ടുണ്ട്. എന്ത് തോന്നി അത് കണ്ടിട്ട്? ഈ ഒരവസ്ഥയിൽ ഞാനിപ്പോൾ എന്ത് പറയാനതിൽ എല്ലാവരും പകർന്നൊരു ധൈര്യം, അതുകൊണ്ട് ആ മിഷൻ കംപ്ലീറ്റ് ആക്കാൻ പറ്റി. വളരെ നന്ദി. അത്തരത്തിൽ ആ കുട്ടികളെ അവിടെ നിന്ന് രക്ഷിച്ചു. ആ കുട്ടികളെ സന്തോഷമാക്കി വെക്കാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ നിമിഷവും ശ്രമിച്ചു എന്നുള്ളതാണ് അവർ തന്നെ വ്യക്തമാക്കിയത്. ചൂരൽമലയിൽ നിന്നും വിപിൻ വേളിക്കൊപ്പം അലക്സ് മുഹമ്മദ്, 24.